അനിയൻകുട്ടാ, നീ ടാറ്റു അടിച്ചിട്ടുണ്ടോ? ആ, ബാംഗ്ലൂര് പഠിച്ചോണ്ടിരുന്നപ്പം അടിച്ചതാ. ഈ ടാറ്റു ബാംഗ്ലൂര്, ഞാനിത് എവിടെയോ? അതൊരു തെളിവാണ് വാവേ, നിനക്ക് എന്നിലേക്ക് എത്താനുള്ള ആദ്യത്തെ തെളിവ്. എന്താ കുക്കു നീ നോക്കുന്നേ? അത് ചേച്ചി, ഈ ടാറ്റുനെന്താ? ഞാനിത് എവിടെയോ. മക്കളെ എല്ലാരും വാ, ഫുഡ് കഴിക്കാം. വാ മോളെ, നമുക്ക് കഴിക്കാം. ആ ചേച്ചി വാ. കുക്കു, നിങ്ങൾ ചെല്ല്, എനിക്ക് ഇവളോടൊരു കാര്യം പറയാനുണ്ട്. ശരി ഏട്ടാ. എന്താ മനുഷ്യ? എടോ, നിരഞ്ജൻ ഹണിമൂണിന് വരാന്ന് സമ്മതിച്ചു. അവൻ എന്താ പെട്ടെന്ന് പറ്റിക്കണോ മനസ്സിലാവാത്തത്? അതായിരുന്നോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറ്? എന്റേതാണ് മോനെ. അതെങ്ങനെ? അത് പിന്നെ ചേച്ചി, ഹരിയേട്ടനല്ലേ ഫോണിങ് തന്നെ. അയ്യോ, ഏട്ടൻ ഫോൺ വെച്ചല്ലോ മോളെ. അയ്യോ കഷ്ടായി, ഞാൻ ലേറ്റ് ആയി പോയി. സാരമില്ല മോളെ, 2 ആഴ്ച കഴിഞ്ഞ് ഏട്ടൻ വരും, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ആണോ? എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹരിയേട്ടൻ വരുന്ന സമയത്തല്ലേ, അപ്പോ ഞാൻ എങ്ങനെ കാണാനാ? അത് ശരിയാണല്ലോ. സാരമില്ലടി ചേച്ചി, ഹരിയേട്ടനെ എപ്പോ വേണേലും കാണാലോ. അതുപോലെയാണോ നമ്മുടെ സൗത്ത് കൊറിയ? എന്തോരം ആഗ്രഹിച്ചതാ ഒന്ന് പോകാനായിട്ട്. കല്യാണത്തിന് മുമ്പ് എങ്ങാനും പോയിരുന്നേല് ഞാൻ അവിടെ സ്ഥിരതാമസാക്കിയേനെ. ഇതിപ്പോ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുമല്ലോ. പക്ഷെ നിരഞ്ജൻ പറഞ്ഞിട്ടെന്താ, എനിക്ക് യോവല്ല മണിയെ. അങ്ങേര് പുല്ല് തിന്നത്തുമില്ല, എന്നോട്ട് തീറ്റിക്കത്തുമില്ല. അങ്ങനെ പറയാൻ വരട്ടെ, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? ഹരിയേട്ടനോ? ആന്നേ, ഹരിയേട്ടനെ നമുക്ക് നേരത്തെ ഇങ്ങ് വരുത്താം. അതിന് 2 ആഴ്ച കഴിഞ്ഞല്ലേ ഹരിയേട്ടൻ വരൂ. അതിപ്പോ നമുക്കല്ലേ അറിയൂ, നമ്മുടെ കെട്ടിയമാർക്ക് അറിയില്ലല്ലോ. നിരൂപേട്ടന്റെ കാര്യം സാരമില്ല, നിരഞ്ജനെ പോട്ടണമെങ്കിൽ ഹരിയേട്ടൻ തന്നെ വേണം. എങ്ങനെ? നിനക്കറിയാലോ, പണ്ട് മുതലേ ഹരിയേട്ടൻ എന്ന് കേൾക്കുമ്പോഴേ നിരഞ്ജൻ എന്ന ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ. അതുകൊണ്ട് ഹരിയേട്ടൻ വരുന്നുണ്ടെന്ന് കേട്ടാ ചിലപ്പം ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് നിരഞ്ജൻ ആലോചിക്കാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ തുറുപ്പുചീട്ട് തന്നെ അങ്ങ് എടുക്കാം. ഇതൊക്കെ നടക്കൂടി ചേച്ചി, വർഷം കുറെ ആയില്ലേ അവര് നമ്മളെ കണ്ടിട്ട് തന്നെ. അപ്പോ ഈ ഹരിയേട്ടന്റെ പേരിൽ അങ്ങനെ ഹണിമൂണിന് വരാൻ റെഡിയാവോ? എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല നിരഞ്ജന്റെ കാര്യമായതുകൊണ്ടേ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ വാ. അപ്പോ ഞാൻ വിചാരിച്ച പോലെ അല്ല, എന്റെ ഭാര്യക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. നല്ല ബുദ്ധിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ കൂടി ഇപ്പൊ എനിക്ക് കുരുട്ട് ബുദ്ധിയാ തല നിറയെ. ഓഹോ, അവിടെയും കെട്ടിയോനിട്ട് തന്നെ താങ്ങണം കേട്ടോ. വാ വാ, വല്ലതും പോയിരുന്ന് കഴിക്കാം. അവരെല്ലാരും നോക്കിയിരിക്കുമായിരിക്കും. ആഹാ, ഇത് കൊറേ ഉണ്ടല്ലോ അമ്മേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ജീവന സീമ വന്നില്ലേ? ഞങ്ങളിത് എത്തി നിമ്മി. എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കാനുണ്ടായിരുന്നടാ, അതാ വൈകിയത്. ഹാടാ ഇരിക്ക്. നമ്മുടെ 2 കുടുംബത്തിനും ഫോർമാലിറ്റിയുടെ കാര്യമൊന്നും ഇല്ലല്ലോ. അതാ ഞാൻ എല്ലാവർക്കും ഫുഡ് ഇന്ന് ഇവിടെ നിന്നാവാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പണി കുറഞ്ഞു കിട്ടി. അല്ല, നിങ്ങൾ 4 എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ, നിങ്ങൾ സംസാരിക്കുമല്ലേ, അതാ. ജീവ, കുപ്പി ഒരെണ്ണം ഇരിപ്പുണ്ട്, എന്താ പറയുന്നു? അത് പിന്നെ കൂട്ടുകാര് തമ്മിൽ കൂടുമ്പം ഇത് പതിവുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല, വല്ലപ്പോഴും അല്ലേ. നിമ്മിയേ, എന്നെ വിളിക്കണ്ട. പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥായതല്ലേ, ചെറുതായിട്ടൊന്ന് കുടിക്കോ. ഹെഡ് ഓഫീസിൽ നിന്ന് സാങ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി കുഴപ്പമില്ല ജീവ, നമുക്ക് തുടങ്ങാം. അല്ല, എന്റെ ആമക്കള് രണ്ടും ഇവിടെ ഇരിക്കുന്നോ അതോ പോയി കിടന്ന് ഉറങ്ങുന്നോ? പണ്ടത്തെ പോലെ അല്ലല്ലോ അച്ഛാ, ഇപ്പോ ഞങ്ങൾക്കും ഉണ്ടല്ലോ ഹെഡ് ഓഫീസ്. സ്മൃതി മോളെ, ഒരെണ്ണം കഴിച്ചോട്ടെ. കഴിച്ചോ, പക്ഷേ ഇതൊരു ശീലാക്കരുത്. പിന്നെ കുടിച്ചിട്ട് ഓവറായിട്ട് റൂമിലേക്ക് വന്നേക്കരുത്. വന്ന ഞാൻ ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് വെക്കും. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ മോളൂസേ, ചേട്ടൻ വീട്ടിലായി പോവും. അതെ, ഇച്ചിരി ഓവറായ കുഴപ്പമുണ്ടോ? കുഴപ്പമാവും എന്നുള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഒരു വട്ടം നിങ്ങൾ കുടിച്ചിട്ട് വന്ന് എന്റെ ഫസ്റ്റ് കേസ് അടിച്ചോണ്ട് പോയി. അന്നത്തെ പോലെ ഓവറായിട്ട് ഇനി വേറെ വല്ലതും സംഭവിച്ചിട്ട് നേരം വെളുക്കുമ്പോ കൈ മലർത്തിയാലേ നിങ്ങളുടെ പോട്ട ഞാൻ ഭിത്തി തൂക്കേണ്ടി വരും. വെറുതെ എന്തിനാ നിങ്ങൾ എന്നെ വിധവയാക്കുന്നത്? OMG, എന്റെ ഭാര്യ ടെററാണല്ലോ. ഇന്ന് മൂക്കറ്റും വലിച്ചു കയറ്റിക്കൊണ്ട് വരുമായിരിക്കും. എനിക്ക് സ്വസ്ഥത തരില്ല. ആ മാതൃചേച്ചിയുടെ ഫോട്ടോയ്ക്ക് സമാധാനം കൊടുക്കില്ല. എന്നെ കുറെ ചീത്തയും വിളിച്ചിട്ട് മാതൃചേച്ചിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ചിരുന്ന് മോങ്ങും. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ചിലപ്പം ഇന്നലെ ഞാൻ കുടിച്ച് ഓവറായ പോലെ ഇന്നും ഓവറാവുമെന്ന് ഓർത്ത് പേടിക്കുമായിരിക്കും. ഇന്ന് ഞാൻ ഒരുപാട് കുടിക്കത്തൊന്നുമില്ല. പക്ഷെ നിനക്കിട്ടൊരു പണി ഞാൻ തരും മോളെ. നീ എന്റെ ചായയിൽ പല്ലി പിടിച്ചിടുവല്ലേടി, കാണിച്ചു തരടി. പിന്നെ അച്ഛാ, മനു വിളിച്ചിരുന്നു. അവൻ രാവിലെ വിളിച്ചതല്ലേ, പിന്നെന്തിനാ ഇപ്പോ? അച്ഛാ, ഞങ്ങൾ ഹണിമൂണിന് പോകുന്നു എന്ന് അറിഞ്ഞപ്പം അവൻ ഞങ്ങൾക്ക് 6 BTS കോൺസേർട്ട് ടിക്കറ്റ് അയച്ചു തന്നു. എന്താ പറഞ്ഞേ? BTS കോൺസേർട്ട് ടിക്കറ്റ്. ഈശ്വര,
ചേച്ചി എനിക്കിപ്പോ വല്ല അറ്റാക്കും വരും. ഏട്ടാ ഇത് സത്യമാണോ? ആ സത്യോ മോളെ? അയ്യോ എനിക്ക് വയ്യ. ചേച്ചി വാ നമുക്ക് ഇപ്പൊ തന്നെ പെട്ടി പാക്ക് ചെയ്യാം. ഇന്ന് തന്നെ പോവാം. വാ ചേച്ചി, വാ ചേച്ചി. ഏട്ടാ എന്നാ കോൺസേർട്ട്? അടുത്ത ഞായറാഴ്ച. ഈശ്വര, പഠിച്ചു വെച്ച കൊറിയ മുഴുവൻ ഇനി പൊടി തട്ടി എടുക്കണമല്ലോ. ചേച്ചി വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ആ ദാ വരുന്നു മോളെ. ദൈവമേ, ഇവക്ക് എന്താ ഇത്ര എക്സൈറ്റ്മെന്റ്? ഇനി അവിടെ വല്ലതുള്ള കൊറിയക്കാരനെ നോക്കി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിലേ എന്റെ ജീവിതം നായ നോക്കി ഇനി കൊറിയക്കാരനെ കൂടി. നോ, ഐ കാൺട്ട്. അതെ, രണ്ടാളൊന്ന് നിർത്തിക്ക്. നിനക്കൊക്കെ ആ കൊറിയ ചെക്കന്മാരെ കാണാനല്ലേ? അതൊക്കെ അപ്പൊ നോക്കാം. ഇപ്പൊ നിരൂപമ പറയുന്നത് കേൾക്കാൻ നോക്ക്. ഏട്ടാ യു കണ്ടിന്യൂ. അപ്പൊ അച്ഛാ, ഇതിപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ടിക്കറ്റ് 6 എണ്ണം ഉണ്ട്. അച്ഛന് മറ്റേ ജപ്പാൻ കമ്പനിയായിട്ടുള്ള മീറ്റിംഗ് ഇല്ലേ, അന്നാണ് കോൺസെർട്ട്. അമ്മയ്ക്ക് അന്ന് മെഡിക്കൽ കോൺഫറൻസും ഉണ്ട്. അപ്പം ഈ ടിക്കറ്റ് എന്ത് ചെയ്യും? ആണോ? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിമ്മിനെയും ജയനെയും കൂടി കൂടെ കൊണ്ടോ. അവരെപ്പോഴും വീട്ടിൽ തന്നെയല്ലേ. ഇതിപ്പോ അവർക്കൊരു സന്തോഷമാവും. എന്താടാ, പോകുന്നോ നിങ്ങള്? എടാ അത് ഓഫീസിലെ ലീവ്. ഓ പിന്നെ വേൾഡ് ബാങ്ക് അച്ഛൻ ഒരാളുടെ തലയ്ക്കകത്തൂടെയാണല്ലോ ഓടുന്നത്. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം. അമ്മയ്ക്കും കാണില്ലേ ആഗ്രഹം? അതെ അച്ഛ, അമ്മ എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ. അമ്മയ്ക്കും ഉണ്ടാവില്ല ആഗ്രഹം. ഒന്ന് വാ അച്ഛ, സമ്മതിക്ക് പ്ലീസ് അച്ഛ, ഒന്ന് സമ്മതിക്ക്. ആ വരാം വരാം. ഞങ്ങളുടെ പിന്നാലച്ഛൻ. അപ്പോ അതിനൊരു തീരുമാനമായല്ലോ. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്ക്. മക്കളെ, അപ്പം നിങ്ങൾ പോയി കിടന്നോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കെട്ടിയവന്മാരെ അങ്ങോട്ടത്തേക്ക് എത്തിച്ചേക്കാം. ഇങ്ങനെ എത്തിയില്ലെങ്കിൽ അത്രയും നല്ലത്. കുക്കു, എന്താ? അല്ല തമ്പുരാട്ടി ഹണിമൂണിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അച്ഛനും അമ്മയും വിഷമിക്കണ്ടെന്ന് കരുതിയ, അല്ലാണ്ട് തന്റെ കൂടെ വരാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. ഓഹോ, ആയിക്കോട്ടെ, ഞാനങ്ങ് വിശ്വസിച്ചു. താൻ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. അല്ലേ തന്നെ അവിശ്വാസ പ്രമേയത്തിന്റെ കുത്തകയാണല്ലോ. അവിശ്വാസ പ്രമേയം? ഇവളെന്താ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു? ഡാ നിരഞ്ജ, ഇങ്ങോട്ട് വാ. ഡാ പിള്ളേരെ, മതി, സമയം കുറെ ആയി. കൂടുതൽ കഴിക്കണ്ട. ചെല്ല്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതേടാ നിരഞ്ജ, നീ വാ. വെറുതെ നമ്മുടെ ഭാര്യമാരെ നാഗവലികളാക്കണം. അപ്പോ അച്ഛന്മാരെ ഗുഡ് നൈറ്റ്. ഓ ആയിക്കോട്ടെ, സന്തോഷം. ഡാ എന്നെ സ്മെല്ലുണ്ടോ? ഏട്ടനൊന്ന് ഊതിക്കേ. ഏയ് ഇല്ല, ചെറുതായിട്ട്. ഇനി എന്നെ ഒന്ന് നോക്കിക്കേ. ഏയ് തീരെ ഇല്ല. ചെല്ല്, പോയി കിടക്ക്. ഓ എന്തിന്? ആ മറുതയുടെ മോന്ത കാണാനോ? അതിലും ഭേദം ഞാൻ കുടിച്ചു കുടിച്ച് ബോധം കെട്ട ഉറങ്ങുന്നതാ. നീ എന്തേലും കാണിക്ക്, ഞാൻ പോവാം. എന്റെ സ്മൃതിമോൾ ഉറങ്ങിയോ ആവോ? ഓ കൊറേ നേരം ആയല്ലോ ഇത്. ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്താണ് വാവേ, കാത്തിരിക്കുവാണോ? ദാറ്റ് മുതലേ. ഓ അയാളിങ്ങ് വന്നിരുന്നേല് പോയി കിടന്ന് ഉറങ്ങായിരുന്നു. ഇതിപ്പോ കുടിച്ചിട്ട് ഏത് കോലത്തിലാ വരാന്ന് ആർക്കറിയാം. കുടിച്ചിട്ട് വന്നിട്ട് എങ്ങാനും വല്ല ഫുട്ബോൾ ആണെന്ന് ഓർത്ത് അയാൾ എന്നെ തൊഴിച്ചാൽ തീർന്നില്ല എന്റെ കാര്യം. അപ്പോ അതുകൊണ്ട് കാത്തിരിക്കുന്നതാണല്ലേ? ഓ ബോറ് പഠിക്കുന്നു. അല്ല, ഈ ആണുങ്ങൾ മുഴുവൻ ഈ കള്ള് കുടിച്ച് കയറ്റുന്ന എന്തിനാ? ഇതിന് അത്രയ്ക്ക് രുചിയുണ്ടോ? ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഇത് വലിച്ചു കയറ്റില്ലല്ലോ. ഇതെന്താ വൈൻ ബോട്ടിലോ? ഇതാരുടെയാ? അയാളുടേതാവും. ഇയാളിത് വീട്ടിൽ സ്റ്റോക്കാക്കി വെച്ചേക്കുവാണോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കുടിക്കും. എന്ത് ജാതി മനുഷ്യരാണോ എന്തോ. എന്തായാലും ഞാനിവിടെ ഇരിക്കുവാണല്ലോ. ഇങ്ങേരിപ്പോഴൊന്നും വരും തോന്നുന്നില്ല. ശകലം കുടിച്ചു നോക്കിയാലോ? ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ. ഇതില് വെള്ളം ചേർക്കണോ? അത് ആൽക്കഹോളല്ലേ. ഇത് വൈനായോണ്ട് വേണ്ടായിരിക്കും. കുടിച്ചു നോക്കാം. എന്തൊരു ശവർപ്പതിന്. ഈ സാധനമാണ് അങ്ങേര് മടപടാന്ന് പിടിച്ച് കീട്ടുന്നത്. വയറ്റിൽ കൂടെ ഒരു ട്രെയിന് പാളം തെറ്റി ഓടുന്നത് പോലെ ഉണ്ട്. മൊത്തത്തിലൊരു പോകാം. എന്തായാലും സാധനം കൊള്ളാം. ഒന്നുകൂടെ കുടിക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു വെക്കാം. ഇല്ലെങ്കിൽ അയാൾ അളവ് കുറഞ്ഞാൽ കണ്ടുപിടിക്കും. അടിപൊളി ടേസ്റ്റ്. വെറുതെ അല്ല മഴപ്പാറ്റ് ഇത് കുടിക്കുന്നത്. എന്നാ ഒരു ടേസ്റ്റാ. അച്ചാറിട്ടുണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. ഇതെന്താ കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ലല്ലോ. ഇതെന്താ ഇവിടെ? कोई चाहे मुझसे
ദൈവമേ, ഇവളിതെടുത്ത് കുടിച്ചോ? നീ എന്ത് പണിയായി കാണിച്ചത്? ഞാനോ? ഞാനെന്ത് ചെയ്തു? എന്ത് പറ്റി രമണ? മഴപ്പാറ്റ്. ഓഹ്, എല്ലാം കാട്ടിക്കൂട്ടിട്ട് എന്ത് പറ്റിയെന്നോ? ഇങ്ങോട്ട് ഇറങ്ങടി. വേണമെങ്കിൽ നീ ഇറങ്ങടോ. ഞാൻ പോവൂല. ഞാൻ എന്റെ മഴപ്പാറ്റ് ഇവിടെ എങ്ങോട്ടും പോവൂല. എന്റെ കുക്കു, ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്തടോ. എന്നിട്ട് ഇനി ഞാൻ തുടങ്ങാം. താ എണ്ണയ്ക്കോ. എണ്ണാനോ? ഓ, നീ എന്തിനാ കുക്കു ഇതെടുത്ത് കുടിച്ചത്? സർക്കാർ ഇത് സുടിക്കാനല്ല ചേട്ടാ നമുക്കിതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ വാങ്ങി കുടിച്ചു വേണ്ടേ നമ്മുടെ കടമ കാണിക്കാൻ. ഓ, അവളുടെ ഒരു കടമ. അച്ഛന് സ്മെല്ല് വരാതിരിക്കാൻ വൈൻ ബോട്ടിലുള്ളിൽ വോഡ്ക ഒഴിച്ചു വെച്ചതായിരുന്നു. അതാ ഇവള് വലിച്ചു കയറ്റിയിരിക്കുന്നത്. വല്ലതും ബാക്കിയുണ്ടോ എന്തോ. ദൈവമേ, ഇത് മൊത്തം വെള്ളമാ നശിപ്പിച്ച്. ഇല്ലല്ല, നശിപ്പിച്ചല്ല. കുപ്പിയുണ്ട്. ഏട്ടന് വേണോ? ഞാൻ തരാമല്ലോ. ഓ വേണ്ട, ഒന്ന് അടങ്ങിയിരിക്കു കുക്കു. നിങ്ങൾ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കിയിരിക്കും. മോരട ഇതേട്ടൻ വലുതാണ്ടായിരുന്നു. കുഞ്ഞായിരുന്നാ മതിയായിരുന്നു. അപ്പൊ എന്നോട് ഒത്തിരി സ്നേഹം കാണിച്ചേന്. ഇപ്പോഴത്തെ കിച്ചണിനെ കുക്കുവിന് ഇഷ്ടമല്ല. എപ്പോഴും വായിക്കാം. എന്നൊട്ടും ഇഷ്ടമല്ല. കണ്ടന്നിട്ട് നിങ്ങൾക്ക് എന്നോട് വെറുപ്പ. ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ? ഞാൻ വന്നില്ലല്ലോ. നിങ്ങളല്ലേ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. കൊച്ചിൽ എന്നെ കണ്ടോണ്ടിരുന്നില്ല. സമാധാനം കിട്ടാത്ത ആക്ക് ഇപ്പൊ വലിയ സമാധാനം കേട് ഞാനാ. സാരമില്ല, കൂടിപ്പോയ 8 മാസം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് സമാധാനാവും. 8 മാസം കഴിഞ്ഞ് നീ എവിടെ പോകുന്നു? അത് താൻ അറിയണ്ട. അറിഞ്ഞാലേ താൻ എല്ലാവരോടും പറയും. ഇപ്പൊ തൽക്കാലം നമുക്ക് കുറേക്ക് പോവാം. അവിടെ സ്ട്രോബെറി തോട്ടത്തിൽ ചെന്ന് നമുക്ക് പാർക്കാം. രാവിലെ എണീറ്റ് പാക്ചമിന്റെ വീട്ടിൽ പോയി പൊട്ടും മുട്ടക്കറിയും കഴിക്കാം. ഉച്ചത്തെ ചോറും കിംച്ചി വെച്ച ഉടക്കമീനും ജിന്നേട്ടനെ വീട്ടിൽ നിന്ന്. അല്ലല് ജിന്നേട്ടന് ബസമാവും. ഓപ്പാ, ഞാൻ ദാ വരുന്നു. ഹിയർ ഐ കം. ചിരിക്കുന്നു. ഇയാൾ ചിരിക്കോ? എന്താ രസാ ചിരിക്കുമ്പോ. നീ എന്താ ഞാൻ ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ല, എന്റെ അടുത്ത് ചിരിക്കില്ലല്ലോ. എന്നോട് എപ്പോഴും ദേഷ്യല്ലേ. എന്നെ ഒട്ടും ഈ കുഞ്ഞു ഉറുമ്പിന്റെ അത്രയും പോലും ഇഷ്ടമല്ല. എപ്പോഴും വായിക്കാം. ശരിയോ, വന്നിട്ട് ഇത്ര നാളായിട്ടും അവളോട് ഞാൻ നേരെ ഒരു വട്ടം പോലും ചിരിച്ച് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ദേഷ്യയാക്കും. പക്ഷെ ഉമ്മ വയ്ക്കുമ്പോ അതൊന്നുമില്ല. ഒരിക്കൽ പോലും സ്നേഹത്തിലൊരു ഉമ്മ തന്നിട്ടില്ല. ഒന്നെങ്കിൽ ആനെ കൂച്ചു വരം കിട്ട പോലെ, അല്ലെങ്കിൽ ദേഷ്യത്തില് ഉമ്മ വയ്ക്കാൻ ഞാൻ വേണം, കെട്ടിപ്പിടിക്കാനും ഞാൻ വേണം. പക്ഷെ എന്നോട് ഇഷ്ടമല്ല. അതെന്ത് തേങ്ങയാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെന്തേലും ആവട്ടെ, നീ ചെല്ല്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇങ്ങ് വാ. വേണ്ട, താൻ പോയി കിടന്നോ. അല്ലെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ച് കിടക്കാം. അയ്യ, പൊടി കിടന്ന്. ഇങ്ങോട്ട് വാടാ കൊരങ്ങ മഴപ്പാറ്റ്. കുക്കു, നീ എന്നെ കാണിക്കുന്നത്? മിണ്ടല്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് എ ടോപ്പ് സീക്രട്ട്. വേറെ ആരും അറിയരുത്. എന്താ? എനിക്ക് നിങ്ങളേക്ക് എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും പിടിച്ചു വാങ്ങാറില്ലേ, അതിന്റെ കുട്ടൻസ് എനിക്കറിയണം. എന്ത്? മിണ്ടരുത്. യു ഹാവ് നോ വോയിസ് ബേബ്. നല്ല കല്ല് മണക്കുന്ന അമ്മ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഈശ്വര, ഇവളിപ്പോ എന്ത് ചെയ്തേ? ഞാൻ എന്ത് വിശ്വസിച്ച് ഇവളുടെ കൂടെ കിടക്കും? കിടക്കുന്ന കിടപ്പ് നോക്കും, ഒരംഗം കഴിഞ്ഞ പോലെ ഉണ്ട്. ഇനി ഈ ബോഡി എടുത്ത് കിടത്തണമല്ലോ. ഓ, മുടിഞ്ഞ വെയിറ്റ്. ചില്ലറ പോളിങ്ങൊന്നും അല്ലല്ലോ നടത്തുന്നത്. കിടക്കണം നോക്കും മാക്രിക്കുഞ്ഞ്. എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു കിടപ്പ്. ഉറങ്ങുമ്പം കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. കണ്ണ് തുറന്നാ തീർന്നു. ഇനിയിപ്പോ ഞാനിവിടെ കിടക്കും. തമ്പുരാരി ഇവിടെ കിടക്കട്ടെ. ഞാൻ താഴെ എങ്ങനെ കിടക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇവള് വല്ല കൈവിട്ട കളിയും കളിക്കും. എന്നെ ഇഷ്ടമല്ല, വെറുപ്പല്ല എന്നോട്. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്.
അവൾക്കത് ഒരുപാട് വിഷമമായിട്ടുണ്ട്. അതാ ഇപ്പോൾ ബോധമില്ലാതെ എല്ലാം വിളിച്ച് പറഞ്ഞത്. കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും കുറച്ച് നാൾ ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. പക്ഷേ താഴുന്നോറും ഈ കുരുപ്പ് തലയിൽ കയറും. അതാ പ്രശ്നം. കാന്താരി. ഓ, അപ്പോൾ ഇന്നത്തെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഹിറ്റ്ലർ നിരഞ്ജനും കുക്കുജാൻസി റാണിയും ആയുധം വെച്ച് കീഴടങ്ങിയത് കൊണ്ട് ഞാനും പോട്ടെ. ഇനി എന്തൊക്കെ പുകയിലാണോ എന്തോ. എൻ്റെ എല്ലാമല്ലേ, എൻ്റെ ചേലത്തെ സ്മൃതിമോളല്ലേ, നിന്റെ കാലിലെ കാണാ പരിസരം ഞാനല്ലേ. ആ, സഭ പിരിഞ്ഞോ? ആ പിന്നെ പിരിഞ്ഞു. എന്റെ പാവം ഭാര്യ ഇവിടെ എന്നെ കാത്തിരിക്കുമ്പം പിരിച്ചുവിടാതിരിക്കാൻ പറ്റുമോ? അയ്യടാ, അത്രയ്ക്ക് സ്വപ്നം വേണ്ട, വല്ലാണ്ടങ്ങ് പറയും. ആ പതയട്ടെ. എന്നിട്ട് നമുക്ക് ആ പതിയിൽ കിടന്ന് ഒന്നിച്ച് കുളിച്ചർമാദിക്കാം. തന്നെ അങ്ങ് കുളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. അതൊന്ന് വർത്താനവാടി ഭാര്യയെ ഒരു സ്നേഹമില്ലാത്ത പോലെ. അല്ല, അതൊക്കെ പോട്ടെ, എത്ര എണ്ണം കഴിച്ചു? 2 ബിഗ്. സത്യമാണല്ലോ അല്ലേ? താനാണ് സത്യം. ഇതൊരു ശീലമാക്കണ്ട. ഓ ഇല്ല എന്റെ പൊന്നോ. നിരഞ്ജൻ എത്ര കഴിച്ചു? ഇന്നലത്തെ പോലെ ബോധം കിടുന്നത് പോലെ കഴിച്ചോ? ഇല്ലടോ, താൻ പേടിക്കണ്ട, ഞാനതിന് സമ്മതിച്ചില്ല. അവൻ 3 എണ്ണേ കഴിച്ചോളൂ. എന്തായാലും അവൻ ഹണിമൂണിന് വരാന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സമാധാനം. അച്ഛൻ പറഞ്ഞ പോലെ രണ്ടാളും ഒന്ന് ചിലപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുമ്പം ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. ഉണ്ടായാ മതിയായിരുന്നു. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നാളെ നമുക്ക് ജോത്സ്യനെ ഒന്ന് കാണാൻ പോകണം. അത്യാവശ്യമായിട്ട് നമ്മൾ രണ്ടുപേരെയും കാണണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്താ ഏട്ടാ കാര്യം? അറിഞ്ഞൂടോ, പക്ഷെ എന്തോ സീരിയസ് മാറ്റർ ആണ്. നമുക്ക് എന്തായാലും പോകണം. അല്ല, നാളെ എങ്ങനെ? എന്ത് പറഞ്ഞു ഇവിടുന്ന് ചാടും? തൽക്കാലം അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞ ചാടാം. എന്നിട്ട് നമുക്ക് കുറേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു വരാം. ആ ശരി, അതാവുമ്പം ആർക്കും സംശയം വരില്ല. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? കിടക്കണ്ടേ മോളൂസേ? അതിനെന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? പിന്നെ ഒരു കിസ് പോലും കിട്ടാതെ ഇന്നങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഒരുമ്പതാടും വേറൊന്നും വേണ്ട ഇപ്പൊ. അത് ഏട്ടാ. ആഹാ, തരാൻ മടിയാണെങ്കിൽ ഞാൻ എടുത്തോളാം. ലൈറ്റ് ഓഫ് ആക്കുവാണേ. ഏട്ടാ. നേരഞ്ച. ഓ, ആരാ ഇത്ര രാവിലെ? ഡാ നേരഞ്ച. അയ്യോ ദൈവമേ, ഏട്ടൻ എന്റെ ഷർട്ട് എവിടെ? ഓ ഷിറ്റ്, ഇവളിതുവരെ എണീറ്റില്ലേ? ഡാ കഥക തുറക്കടാ. ആ വരുന്ന ഏട്ടാ. ഏട്ടനോ? അല്ല, ഞാൻ നിന്റെ അനിയൻ. എന്താടാ വാതിൽ തുറക്കാത്ര താമസം? അല്ല, നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നത്? അത് ഞാൻ ബാത്റൂമിലായിരുന്നു, അതാ. കുക്കു എഴുന്നേറ്റില്ലേ? ഇല്ല, അവക്ക് ഇന്നലെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവള് കിടക്കാൻ വൈകി. ഓഹോ, എന്താണാവോ രാത്രി പഠിച്ചത്? അത് പിന്നെ മറ്റേ ഹിസ്റ്ററിയിലെ മറ്റേ വൈക്കോൽ സത്യാഗ്രഹം. വൈക്കോൽ സത്യാഗ്രഹം? അതേ സത്യാഗ്രഹം ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ ഒരു സത്യാഗ്രഹം ഉണ്ട്. എടാ പൊട്ട, അത് വൈക്കോൽ സത്യാഗ്രഹം അല്ല, അത് വൈക്കം സത്യാഗ്രഹം. അതെ, ഏട്ടൻ എനിക്ക് ഹിസ്റ്ററി ക്ലാസ് എടുക്കാനാണോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാനും സ്മൃതിയും കൂടെ അമ്പലത്തിൽ പോവുക. നിങ്ങൾ വരുന്നുണ്ടോന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു. ഇല്ല, ഏട്ടനും ഏട്ടത്തിയും പോയിട്ട് വാ, എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. ശരി, പിന്നെ നാളെ തന്നെ കുറേക്ക് പോണം നമുക്ക്. വിസയും ടിക്കറ്റും എല്ലാം റെഡിയാ. ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് പറഞ്ഞേക്കണം നീ. പിന്നെ കുക്കുവിനോട് കോളേജിൽ നിന്ന് ലീവ് എടുക്കാനും പറയണം. ഏട്ടാ, ഞാൻ പറയാം. പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധനങ്ങളും എല്ലാം വേണമെങ്കിൽ രണ്ടാളും പോയി വാങ്ങിക്കോണം കേട്ടോ. ശരി ശരി ഏട്ടാ. ഏട്ടാ ചെല്ലേ, ഏട്ടത്തി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഞാൻ പോയി കുളിക്കട്ടെ, ഹോസ്പിറ്റലിൽ പോണം. ഇതെന്താ ഇവൻ പെട്ടെന്ന് വാതിലടച്ചത്? ഇവനെന്തോ ഒരു വെപ്രാളം, എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. ഓ ഭാഗ്യം. ഒരെണ്ണം കിടക്കുന്നത് നോക്ക്. ഭൂകമ്പം ഉണ്ടായാലും ഇവിടെ അറിയില്ല. ഡി കുക്കു, എണീക്കടി കുക്കു. എന്താ? അതെ, സമയം 7 മണിയായി. നിനക്ക് ക്ലാസ്സിലൊന്നും പോണ്ടേ? പൊയ്ക്കോളാം, ഏട്ടൻ പോ. എന്നെ എന്താ ഇപ്പൊ വിളിച്ചേ? താൻ തന്റെ പണി നോക്കി പോടോ. എന്തൊരു തലവേദന ഇത്. എങ്ങനെ വേദനിക്കാതെ ഇരിക്കും? ഇന്നലെ അമ്മാതിരി കുടിയല്ലേ കുടിച്ചത്, അതും 1 കുപ്പി വോദ്ക. വോഡ്കയോ? അപ്പോ അത് വൈനല്ലേ? അല്ല, ഞാൻ അതിലെ വോദ്ക മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഡോ കാല, താൻ ആരോട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്?
അതിന് നീ അതെടുത്ത് ജ്യൂസ് പോലെ കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? പിന്നെ ഞാൻ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലിൽ എന്റെ ഒറ്റ കുപ്പി പോലും തൊട്ടു പോരുത്. ഓഹോ, അപ്പൊ ഇതിവിടെ സ്റ്റോക്ക് ആണോ? ഇനിയുണ്ടോ? അതൊന്നും തൽക്കാലം നീ അറിയണ്ട, പോയി കുളിക്കാൻ നോക്ക്. ഈശ്വര, ഇന്നലെ എന്തൊക്കെയാണോ നടന്നത്, എന്തൊക്കെയാണോ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞത്. അതെ, ഇന്നലത്തെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്റെ നടുവിന് നല്ല വേദനയുണ്ട്. മോൾ ആ കുഴമ്പൊന്ന് എടുത്ത് വെച്ചേക്ക്, പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചൂടാക്കി വെച്ചേക്ക്. ചേട്ടൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോഴേ ഇച്ചിരി ചൂട് പിടിക്കണം. ഈശ്വര, അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ അങ്ങേരെ എന്റെ ഡ്രസ്, അയ്യോ എന്റെ ചുണ്ട്, ഇതെന്താ തടിച്ചിരിക്കുന്നത്? ഡ്രസ്സൊക്കെ മാറിക്കിടക്കുന്നു. അയ്യോ, ബെഡ്ഷീറ്റ് താഴെ കിടക്കുന്നു. ഞാനിനി കള്ളം പുറത്തെങ്ങാൻ അങ്ങേര്, അയ്യേ അതാണോ അയാൾ ഇനി എന്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്? തീർന്നു, എല്ലാം തീർന്നു. എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല. അയ്യേ എന്റെ പൊന്ന് വാവേ, ഒന്നും നടന്നിട്ടില്ലടി. ഡ്രസ്സ് മാറിപ്പോയത് നീ കിടന്നതിന്റെ കുഴപ്പ. ചുണ്ട് വീർത്തത് ഉറുമ്പ് കടിച്ചിട്ടാ, അല്ലാതെ അവനൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. നമസ്കാരം തിരുമേനി. ആ, നിങ്ങൾ വന്നോ? കേറിയിരിക്കൂ. എന്താ തിരുമേനി അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? പറയാം, നിങ്ങൾ വാ. കുക്കുവിന്റെയും നിരഞ്ജന്റെയും വിവാഹം ഞാൻ പറഞ്ഞതുപോലെ നടന്നു അല്ലേ? അതെ തിരുമേനി, എല്ലാ സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റി. അവര് രണ്ടും മനസ്സുകൊണ്ട് ഈ വിവാഹത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പേടിക്കണ്ട, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം വേഗം തീർന്നോളും. കൂടിപ്പോയ 1 വർഷം, അത്രേ ഉള്ളൂ. തിരുമേനി ഇപ്പോഴും വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. ആ, പറയാം. നിങ്ങള് ദൂരെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുന്നുണ്ടോ? ഉണ്ട് തിരുമേനി, നാളെ പോകും ഹണിമൂണിന്. നല്ലത്. യാത്രകൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. മാത്രമല്ല, കുക്കുവിന്റെ നിരഞ്ജനം ഇപ്പോൾ അത് അത്യാവശ്യമാണ്. ആ ശരി തിരുമേനി. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അന്ന് ഞാൻ നിരൂപനോട് പറഞ്ഞില്ലായിരുന്നു കുക്കുവിനൊപ്പം ഒരു ആത്മാവുണ്ടെന്ന്? ഉണ്ട് തിരുമേനി. അതിനെ ഇനി സൂക്ഷിക്കണം. എന്താ തിരുമേനി? പേടിക്കണം. കാരണം ദുർമരണം സംഭവിച്ച ആത്മാവാണ് കൃതികയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഉള്ളത്. 2 ആഴ്ച കഴിഞ്ഞാൽ കറുത്തവാവാണ്. ആ ആത്മാവ് ശക്തി പ്രാപിച്ചു തുടങ്ങും. അന്നു മുതൽ രേവതി നക്ഷത്രത്തിൽ പിറന്ന ആരോ ഒരാള് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും വൈകാതെ. അന്നു മുതൽ കുക്കുവിന്റെ നിരഞ്ജന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. പേടിപ്പിക്കാൻ പറയുകയല്ല, പക്ഷെ കണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല. തിരുമേനി, അപ്പോ കുക്കു, നിരഞ്ജൻ അവര്? പേടിക്കണ്ട, ഇതുവരെ ആ ആത്മാവ് ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടില്ല. കുക്കുവിനെ അത് ഉപദ്രവിക്കുകയില്ല, അതിന് കഴിയില്ല അതിന്. പക്ഷേ സ്മൃതി ഒന്ന് സൂക്ഷിക്കണം. ഞാനോ? ഒരപകടം സ്മൃതിയുടെ ജാതകത്തിലും കാണുന്നുണ്ട്. സൂക്ഷിക്കണം. അതുപോലെ മനസ്സിന് ബലം കൊടുക്കണം. ശിവന്റെ അമ്പലത്തിൽ പോയി 2 പിൻവിളക്ക് കഴിപ്പിക്കണം. പിന്നെ കുക്കുവിന്റെ ജാതകത്തിൽ കണ്ടൊരു കാര്യം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ തിരുമേനി? കുക്കുവിന് 24-ാം വയസ്സിനുള്ളിൽ ദുർമരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്മൃതി, ഒന്നുമില്ല തിരുമേനി, പറയട്ടെ. കുക്കുവിന്റെ 18-ാം വയസ്സിനും 24-ാം വയസ്സിനും ഇടയിലുള്ള ഈ സമയങ്ങളിൽ അവള് മരണപ്പെടാനുള്ള 3 അവസരങ്ങൾ കാണുന്നുണ്ട്. ഒരെണ്ണം 18-ാം വയസ്സിലോ 19-ാം വയസ്സിലോ കഴിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയോ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അടുത്ത സാധ്യത അത് ഉടനെ ഉണ്ടാവും. 1 വർഷത്തിനുള്ളിൽ കുക്കു മരണപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം. അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. തിരുമേനി, പരിഹാരം എന്തേലും? മനുഷ്യനേക്കാൾ വലിയ പരിഹാരങ്ങൾ കാണിച്ചു തരുന്നവനല്ലേ നമ്മളെയൊക്കെ പടച്ചു വിട്ടത്. പ്രാർത്ഥിക്കെല്ലാരും, നന്നായി പ്രാർത്ഥിക്കും. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ തിരുമേനി? ആയിക്കോട്ടെ. വീട്ടിലുള്ളവരെ ഇത് അറിയിക്കരുത്, അവരെ ടെൻഷൻ ആക്കരുത്. കുക്കുവിനെ? ഇല്ല തിരുമേനി. പിന്നെ ഞാൻ ഇനി കുറെ നാൾ ഇവിടെ കാണില്ല. എൻ്റെ മകളുടെ അടുത്തേക്ക് പോവുകയാണ്. പോയാൽ പിന്നെ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. അതുകൊണ്ടുകൂടിയാ നിങ്ങളെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആണോ? ശരി തിരുമേനി, എന്തേലും ഉണ്ടേല് ഞങ്ങളെ വിളിക്കാം. ശരി, എങ്കില് നിങ്ങൾ ഇറങ്ങിക്കോ. നല്ല മഴ വരുന്നുണ്ട്. ആ തിരുമേനി. സ്മൃതി, വാ. സ്മൃതി, എന്താ തിരുമേനി? സൂക്ഷിക്കണം 2 ആളും. സ്മൃതി, തിരുമേനി പറഞ്ഞ പോലെ കുക്കുവിന് 18-ാം വയസ്സിൽ അങ്ങനെ ഒരു മരണം വരെ സംഭവിക്കത്തക്ക രീതിയിലുള്ള ഇൻസിഡന്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഏട്ടാ,
ഏട്ടനോട് അന്ന് കുക്കുവിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലോ? ഡാ, നീ എന്നാ നാട്ടിൽ പോകുന്നേ? 2 ആഴ്ച കഴിഞ്ഞ് പോകാടാ. ഇപ്രാവശ്യമെങ്കിലും നേരിൽ പറയോ നിന്റെ ഇഷ്ടം? പറയും ഞാൻ. കൃതി, ഐ ലവ് യു. എടാ കള്ള കാമുക. ഒന്ന് പോടാ. ഇനി എത്ര കാത്തിരിക്കേണ്ടി വന്നാലും ശരി, ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കും. അതിന് എന്ത് വില കൊടുത്താലും ശരി. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയടാ ഞാൻ അവളെ. എന്നെ കൊണ്ട് പറ്റില്ല അവളില്ലാതെ.